ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്കേഴ്സ് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് കളർ പേപ്പർ എടുക്കാം. ഞാൻ എന്റെ കയ്യിൽ കളർ പേപ്പർ ഉള്ളതുകൊണ്ട് അതാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അത് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ പെയിന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേജിന്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം സെന്റർ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നോക്കി ചെയ്താൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സെന്റർ മടക്കിയതിന് ശേഷം മുകളിൽ താഴത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് 2 വശങ്ങളും ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ ബുക്ക് മാർക്കർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കണ്ടേ? ഇതല്ലേ നമ്മുടെ മെയിൻ ഉദ്ദേശം. നമുക്ക് കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പിങ്ക് കളറ് പേപ്പർ ആയതുകൊണ്ട് എനിക്ക് മനസ്സ് വന്നത് ഫസ്റ്റ് ഒരു പന്നിക്കുട്ടീന്റെ മുഖമാണ്. അപ്പൊ നമുക്ക് അതന്നെ ആക്കി കാണാം. ഫസ്റ്റ് നമുക്ക് പന്നിക്കുട്ടിക്ക് 2 ചെവി വെച്ചെടുക്കാം. അതിനെ ഞാൻ ആ പിങ്ക് പേപ്പർ തന്നെ ചെവിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതേ ഷേപ്പിൽ ചെറുതാക്കിയിട്ട് ഒരു വൈറ്റ് പേപ്പറിലും വെച്ചെടുക്കണം. എന്നിട്ട് ആ വൈറ്റ് പേപ്പർ ഈ പിങ്ക് കളറിൽ ഒട്ടിച്ച് വെക്കണം. അപ്പൊ തന്നെ നമ്മുടെ ചെവി സെറ്റായി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ തന്നെ നമ്മുടെ പിങ്ക് പന്നിക്കുട്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് 2 കണ്ണുകൾ. ആ കണ്ണും ഞാനിവിടെ ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കും. പന്നിക്കുട്ടീന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ അറിയില്ല, മൂക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ മൂക്ക് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പറിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടോ വരച്ചെടുത്തിട്ട് ഒട്ടിച്ചത്. എന്നിട്ട് നമുക്ക് ബ്ലഷും കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ പന്നിക്കുട്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.